ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു കരിക്ക് ഐസ്ക്രീമാണ്. കരിക്ക് ഐസ്ക്രീം വേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ. അപ്പം കരിക്ക് ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് ബൗൾ എടുക്കുക. ബൗളിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കുക. ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ വിപ്പിംഗ് ക്രീം ഉപയോഗിക്കാം. അത് നമ്മുടെ ഇഷ്ടം. ഞാൻ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. അത് നന്നായിട്ടൊന്ന് ലയിപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നന്നായിട്ട് അരച്ച് വെച്ച് നമ്മുടെ കരിക്ക് നന്നായിട്ട് അരയ്ക്കണം. നന്നായിട്ട് അരച്ചിട്ട് ആ പേസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അത് നല്ലപോലെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് അമൂലിയുടെ പിന്നെ പാൽപ്പൊടി, പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡ്, ഇതെല്ലാം കൂടെ ചേർത്ത് മിൽക്ക് മെയ്ഡ് നമ്മുടെ മധുരത്തിനനുസരിച്ച് ചേർക്കുക. പിന്നെ കുറച്ച് കരിക്ക് ചെറിയ സൈസാക്കി അരിഞ്ഞത് അതും കുറച്ച് ചേർത്ത് ആഡ് ചെയ്യണം. നന്നായിട്ട് ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. നല്ല ഭംഗിയായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുന്നതനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ ആ ഒരു സ്ട്രെച്ചർ നന്നായിട്ട് വരുന്നത്. അതിനുശേഷം പിന്നെ കുറച്ച് ശർക്കരയും കുറച്ച് തേങ്ങയും കൂടെ ഞാൻ വിരകി വെച്ചിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, പക്ഷേ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും. കാണാൻ ഒരു ചെറിയൊരു ഭംഗിയൊക്കെ വരും അതിനകത്ത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചൂടാക്കി നല്ല വിരകി വെച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുക. അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യണം. നമ്മുടെ ഈ കൂട്ട് നല്ല രീതിയിൽ ഇളക്കുക എന്നുള്ളതാണ് മെയിനായിട്ട്. അത് ഇളക്കിയെല്ലാം കഴിഞ്ഞിട്ട് നേരെ ഒരു ബൗൾ എടുക്കുക. ബൗളിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കാം. ഫ്രീസ് ചെയ്യാൻ വെക്കുമ്പോഴത്തേക്കും ഈ ബൗളിലേക്ക് ഒഴിക്കുമ്പോൾ അടപ്പുള്ളതാണെങ്കിൽ അടപ്പിട്ട് ക്ലോസ് ചെയ്ത് വെക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഫോയിൽ പേപ്പർ കൊണ്ട് നന്നായിട്ട് കവർ ചെയ്ത് വെക്കണം. ഫോയിൽ പേപ്പർ കൊണ്ട് നന്നായിട്ട് കവർ ചെയ്ത് വെച്ചിട്ട് മാക്സിമം ഒരു 5 മണിക്കൂറാണ് വെക്കേണ്ടത്. ഞാൻ ഓവർനൈറ്റ് വെച്ചു. പക്ഷേ ഓവർനൈറ്റ് വെച്ചത് കൊണ്ട് അത് കുറച്ച് ഹാർഡായി പോകണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.